നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ആയാൽ അവരുടെ ഫ്യൂച്ചർ എന്താവും? നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ ആലോചിച്ച് നിങ്ങൾ ഉള്ളിൽ കരയുന്നില്ലേ? ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ പോയാൽ നാളെ എന്താകും എന്ന് ചിന്തിച്ചിട്ട് എത്ര പഠിക്കൂ എന്ന് പറഞ്ഞാലും അവർ പഠിക്കുന്നില്ല. അവർ ഒന്നുകൂടി മൊബൈലിലേക്ക് ചുരുങ്ങുന്നു. രാത്രി അവർ പകലാക്കുന്നു, പകലിനെ അവർ രാത്രിയാക്കുന്നു. മൊബൈലിൽ മാത്രം ഇരിക്കാൻ അവർക്ക് ഒരുപാട് സമയമുണ്ട്. എന്നാൽ പുസ്തകത്തിൻ്റെ മുന്നിൽ അവർക്ക് ഇരിക്കാൻ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ അവർക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ വരുന്നു. ഈ കാരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും പഠനത്തോട് ദേഷ്യം വരാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പുസ്തകത്തെ തന്നെ ഒഴിവാക്കുന്നത്? ഇതൊരു മടിയാണോ? എനിക്ക് പറ്റുന്നില്ല എന്നൊരു ഉള്ളിലൊരു ഭയമാണ്. ഞാൻ തെറ്റുമെന്നൊരു ചിന്തയാണ്. ഇതിങ്ങനെ തുടരുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വല്ലാത്ത ഭയവും വിഷമവും, നിങ്ങൾക്ക് ഡിപ്രഷൻ വരെ വന്നു പോകാം. കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഓർത്ത്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച്. ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് കുട്ടി പഠിക്കുന്നില്ല? എന്താണ് അവന് പഠിക്കാൻ തടസ്സം? ആ തടസ്സം മാറ്റിയാൽ കുട്ടി മാറുമോ? ആ തടസ്സം എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കുട്ടികളുള്ള വീടുകളിലെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു കാര്യമാണ്. രാത്രി മുഴുവൻ ഇരുന്ന് അവർ വീഡിയോസ്, സിനിമകൾ, റീൽസുകൾ, കാർട്ടൂൺ, ഗെയിമുകൾ അങ്ങനെ കണ്ടു തീർക്കുകയാണ്. പുലർച്ചെ 3 മണിയോ 4 മണിയോ ആകുന്നൊരു സമയത്താണ് അവരൊന്ന് മയങ്ങുന്നത്, അവരൊന്ന് ഉറങ്ങുന്നത്. ഇത് നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ദോഷമുണ്ടാക്കും. അവരുടെ ശരീരത്തിന് വിശ്രമം കിട്ടുന്നില്ല, കണ്ണിന് അമിതമായ സ്ട്രെയിൻ കൊടുക്കുന്നു, തലവേദന, ക്ഷീണം, ഭക്ഷണശീലം കൂടി തകരാറാവും. മാത്രമല്ല കോൺഫിഡൻറ്റ് കുറയും, ദേഷ്യം കൂടും, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ദേഷ്യപ്പെടാം. അവരുടെ മനസ്സ് തന്നെ മെല്ലെ മെല്ലെ ടയേർഡായിട്ട് പോകും. പിന്നീട് പുസ്തകം തുറക്കാൻ പോലും അവർക്ക് എനർജി ഉണ്ടാകില്ല. ഇതെല്ലാം കണ്ട് രക്ഷിതാക്കളായ നിങ്ങളാണ് വല്ലാതെ ടെൻഷൻ അടിക്കുന്നത്. അവർക്കൊരു ജീവിതത്തോട് അവർക്കൊരു ഭയവുമില്ല, അല്ലെങ്കിൽ അവർക്കൊരു ലക്ഷ്യമില്ല, അവർക്ക് പഠനത്തോടൊരു താല്പര്യമില്ല. എൻ്റെ കുട്ടി ഇങ്ങനെ ആയാൽ എങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെ ആയി? ഇനി ഇതിൽ നിന്നും കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്താം? നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്: എങ്ങനെ ഇതിൽ നിന്നും എൻ്റെ കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്താം? അവൻ പഠനത്തോട് ഇത്രയും മടി കാണിക്കാൻ കാരണം എന്താണ്? ഇത് മടിയാണോ? അതൊരു തടസ്സമാണോ? അതൊരു ഹാബിറ്റ് പ്രശ്നമാണോ? പഠിക്കൂ 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 എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുട്ടി ഒരിക്കലും പഠിക്കുന്നില്ല, ഒരിക്കലും പഠിക്കില്ല. കാരണം കുട്ടിക്ക് വേണ്ടത് പഠിക്കൂ പഠിക്കൂ എന്നുള്ള ഈ ശബ്ദമല്ല, ഒരു സഹായം, ഹെൽപ്പാണ് അവർക്ക് വേണ്ടത്. ഒരു നല്ല അമ്മ ചെയ്യേണ്ടത് എന്താണ്? കുട്ടിക്ക് സമയം കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവർക്ക് വേണ്ട നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ശീലങ്ങൾ നൽകുക, അവർക്ക് ശാന്തമായൊരു അന്തരീക്ഷം നൽകുക. പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, എന്തൊരു സഹായം നിനക്ക് വേണ്ടി ചെയ്യാൻ ഈ അമ്മ തയ്യാറാണെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ആദ്യം നമ്മൾ സമാധാനപരമായി മാറിയത് കൊണ്ട് മാത്രം നമ്മുടെ കുട്ടി മാറുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ ആ ഒരു ക്ഷമ കൈവിടാതെ കുട്ടിക്കൊപ്പം നിൽക്കുക. അവൻ എന്താണ് തടസ്സം പഠനത്തിന്? പലപ്പോഴും പ്രശ്നം കുട്ടികളുടെ മടിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ അവന് അക്ഷരങ്ങൾ ക്ലിയർ അല്ല, ചില അക്ഷരങ്ങളൊന്നും അവന് മനസ്സിലായിട്ടില്ല, അവന് കൂട്ടി വായിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, അവന് ചിഹ്നങ്ങൾ ചിലതെല്ലാം അറിയില്ല. എന്നാൽ കൂട്ടി വായിക്കാനും എഴുതാനും അറിയുന്ന കുട്ടിയാണെങ്കിലോ അവന് മീനിങ് മനസ്സിലാകുന്നില്ല, സബ്ജക്റ്റ് ഏതുമാവട്ടെ. അതുകൊണ്ടാണ് അവർ പഠനത്തിൽ നിന്ന് പിന്നിലോട്ട് മാറിയത്, അതുകൊണ്ടാണ് അവർ പഠനത്തെ ഭയക്കുന്നത്, അതുകൊണ്ടാണ് അവർ പഠനത്തിൽ നിന്ന് പിന്മാറുന്നത്. അതിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മലയാളം, ഹിന്ദി ബേസിക് ക്ലാസ്സുകൾ. അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ ക്ലിയറാക്കൽ, കൂട്ടി വായിക്കാൻ പ്രാക്ടീസ് കൊടുക്കൽ, മീനിങ് മനസ്സിലാക്കി കൊടുക്കൽ, സ്റ്റോറി റീഡിംഗ് ക്ലാസ് 30 ദിവസത്തെ 30 സ്റ്റോറീസ്. സ്റ്റോറിയിൽ നിന്ന് ഒരു കുട്ടിക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, സ്റ്റോറിയിൽ നിന്ന് തന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം. ഇതിലൂടെ കുട്ടികൾ മെല്ലെ മെല്ലെ പഠനത്തിലേക്ക് തിരിച്ചു വരുന്നു. നല്ല രസകരമായിട്ടുള്ള ക്ലാസ്സുകൾ. കുട്ടി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സും ശാന്തമാകും, കുട്ടിക്കും നിങ്ങൾക്കും കോൺഫിഡൻസ് ലെവൽ കൂടും. ഒരു കുട്ടിക്ക് ശരിയായ മാറ്റം വരാൻ വേണ്ടി അവനെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു കുട്ടിക്കൊരു ടീച്ചർ, നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമായി ഒരു ടീച്ചർ. ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓരോ കുട്ടിയുടെയും ലെവൽ ഇൻഡിവിജ്വലായി മനസ്സിലാക്കാം, അവൻ്റെ വീക്ക് ഏരിയാസ് കൃത്യമായി കണ്ടെത്താം, അവന് എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് തിരിച്ചറിയാം, അവന് മനസ്സിലാക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കുട്ടിയെ മുഴുവൻ മനസ്സിലാക്കി പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയാണിത്. അപ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും എനിക്ക് പറ്റും,
അതോടൊപ്പം ഗ്രൂപ്പ് ക്ലാസ്സുകളും ലഭ്യമാണ്. എന്നാൽ ഗ്രൂപ്പ് ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് മറ്റുള്ളവരോടൊപ്പം പഠിക്കാൻ അവസരം, ചെറിയ മത്സര മനോഭാവം, സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നിവ കൂടി ലഭിക്കുന്നതാണ്. തീരെ വീക്കായിട്ടുള്ള കുട്ടിക്ക് എപ്പോഴും നല്ലത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. ബേസിക് വീക്കായ കുട്ടിക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ അറ്റൻഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നത് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിയായ സപ്പോർട്ട് കിട്ടുമ്പോൾ ഓരോ കുട്ടിക്കും പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കണോ? നിങ്ങൾക്കൊരു വഴി അറിയണോ? ഞങ്ങളുണ്ടാവും നിങ്ങളെ കേൾക്കാനും ഗൈഡ് ചെയ്യാനും. ഇപ്പോൾ തന്നെ വിളിക്കൂ, കോൺടാക്ട് ചെയ്യൂ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ മാറ്റാം. കുട്ടികളെ പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കരുത്. അവരെ മനസ്സിലാക്കാൻ തുടങ്ങൂ. മാറ്റം സ്വയം വരും.